Dear students, now we are going to discuss some properties of divisibility. അപ്പോൾ ഇത് ഒരു തിയറമായിട്ടാണ് സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. ഒരു 11 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആകുന്ന കാര്യങ്ങളാണ്. നമുക്കങ്ങനെ പ്രൂഫ് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എന്നാൽ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമുക്ക് മറ്റു തിയറങ്ങളിലെ പ്രൂഫുകളിലൊക്കെ ഈ പ്രോപ്പർട്ടീസ് യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ പ്രൂഫ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിവിസിബിലിറ്റിക്ക് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പ്രൂഫ് എല്ലാം വളരെ സിമ്പിളാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ആ ഡെഫിനിഷനാണ്. അതായത് ഡി ഡിവൈഡ്സ് എൻ if and only if എന്താണ് കണ്ടീഷൻ? n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. അപ്പോൾ എപ്പോഴും നമുക്ക് ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നാണ്. എന്ത് വെച്ചാണോ ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് എന്നിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രൂഫുകളിലെല്ലാം നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ എവിടെയൊക്കെ ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി റിഫ്ലക്സീവ് പ്രോപ്പർട്ടിയാണ്. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഡിവൈഡ്സ് എൻ. ഇവിടുത്തെ റിലേഷൻ, സാധാരണ നമ്മളൊരു റിലേഷനിൽ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സ് നമ്മുടെ പ്രോപ്പർട്ടി ടിൽഡ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്താൽ എക്സ് റിലേറ്റഡ് ടു എക്സ്, അതാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിസിബിലിറ്റിയാണ്. അപ്പം നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം എൻ ഡിവൈഡ്സ് എൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ആയി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയാൻ എന്ത് കാണിച്ചാൽ മതി? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എൻ ഡിവൈഡ്സ് എൻ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കാണിച്ചാൽ മതി. അത് ക്ലിയർ അല്ലേ? കാരണം എന്നിന് നമുക്ക് 1 ഇൻറ്റു എൻ എന്ന് പറയാം. സോ എൻ ഡിവൈഡ്സ് എൻ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടി? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി കിട്ടി. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഡി ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് എം. ശരിയല്ലേ? ദെൻ ഡി ഡിവൈഡ്സ് എം. അതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയുടെ ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പറയുന്നു ഡി ഡിവൈഡ്സ് എൻ ആണെന്ന്, പിന്നെ നമ്മൾ പറയുന്നു എൻ ഡിവൈഡ്സ് എം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഡി ഡിവൈഡ്സ് എം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതാണല്ലോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു ഇസഡ് ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു ഇസഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ ഡി ഡിവൈഡ്സ് എൻ എന്ന് തന്നിട്ടുണ്ട് ആൻഡ് എൻ ഡിവൈഡ്സ് എം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ഡിവൈഡ്സ് എം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫും വളരെ സിമ്പിളാണ്. ഡെഫിനിഷൻ വെച്ച് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി, അതായത് എൻ ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എൻ ഡിവൈഡ്സ് എം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? എം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു സി ഡി എന്ന് കിട്ടിയിട്ടുണ്ട്, എം ഈക്വൽ ടു കെ എൻ എന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമ്മിനകത്ത് ഈ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി ഡി ആണല്ലേ? സോ ഇതിന് നമുക്ക് കെ സി ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്ന് കിട്ടിയില്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഡി ഡിവൈഡ്സ് എം എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇനി കാണിക്കണ്ട, ജസ്റ്റ് എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്ന് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കെ സി ഇൻറ്റു ഡി എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് ക്ലിയർ ആണ് അവിടെ ഡി ഡിവൈഡ്സ് എം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനിയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് കാണിക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്.
ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഹൈപ്പോത്തസിസ് തന്നിട്ടുണ്ട്, ഡി ഡിവൈഡ്സ് എൻ ആൻഡ് ഡി ഡിവൈഡ്സ് എം. അപ്പോൾ ഇവിടെ സെയിം ഡി തന്നെയാണ്, രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡി ഡിവൈഡ്സ് എന്നും ആണ്, അതുപോലെ തന്നെ ഡി ഡിവൈഡ്സ് എമ്മും ആണ്. ഓക്കെ, എന്നിനെയും എമ്മിനെയും ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ് ഡി എങ്കിൽ ഡി എന്തിനെ കൂടെ ഡിവൈഡ് ചെയ്യുന്നു? എന്നിൻ്റെയും എമ്മിൻ്റെയും ഏതൊരു ലീനിയർ കോമ്പിനേഷനെയും ഡി ഡിവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് എ എൻ പ്ലസ് ബി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൻ്റെയും എമ്മിൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു തന്നേക്കുന്നത്? ഡി ഡിവൈഡ്സ് എം എൻ എന്നുള്ളതല്ലേ. അപ്പോൾ ഡി ഡിവൈഡ്സ് എൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഈസ് ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് എഴുതാം, ശരിയല്ലേ? എൻ ഈസ് ഈക്വൽ ടു സി ഡി, മൾട്ടിപ്പിൾ ഓഫ് ഡി. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി ഡിവൈഡ്സ് എം ആണ്. അപ്പോൾ ഡി ഡിവൈഡ്സ് എം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി, അതായത് കെ ഡി എന്ന് പറയാം. സോ ഇനി നമ്മളതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്താണ് കിട്ടുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ എൻ പ്ലസ് ബി എം അല്ലായിരുന്നു. അപ്പം എ എൻ പ്ലസ് ബി എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്നിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? സി ഡി എന്ന് എഴുതി, പ്ലസ് ബി ഇൻറ്റു എമ്മിനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? കെ ഡി എന്ന് എഴുതി. ഇനി നമുക്ക് രണ്ടിടത്തുനിന്നും ഡി കോമൺ അല്ലേ, അത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എ സി പ്ലസ് ബി കെ ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇപ്പം നമ്മൾ എ എൻ പ്ലസ് ബി എമ്മിനെ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്ന് എഴുതിയില്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? എ എൻ പ്ലസ് ബി എമ്മിനെ നമ്മളിപ്പം ഡിയുടെ മൾട്ടിപ്പിളായിട്ട് എഴുതി. സോ ഡി ഡിവൈഡ്സ് എ എൻ പ്ലസ് ബി എം എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ എൻ പ്ലസ് ബി എം എന്തായിരുന്നു? എന്നിൻ്റെയും എമ്മിൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഡി എന്നിനെയും എമ്മിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൻ്റെയും എമ്മിൻ്റെയും എല്ലാ ലീനിയർ കോമ്പിനേഷനെയും, അപ്പോൾ ഈ എയും ബിയും എന്ത് വേണമെങ്കിലും ആകാം, എല്ലാ ലീനിയർ കോമ്പിനേഷനെയും ഡി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത്? ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ എ ഡി ഡിവൈഡ്സ് എ എൻ, അതായത് ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഡി എന്ന് പറയുന്നത് എ എന്നിനെ ഡിവൈഡ് ചെയ്യും. ജസ്റ്റ് നമ്മൾ ഡിക്കും എന്നിനും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗിവൺ കണ്ടീഷൻ ഡി ഡിവൈഡ്സ് എൻ എന്നുള്ളതാണ്. സോ എൻ ഈസ് ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എ എന്നിനെ എങ്ങനെ എഴുതാം? എ എൻ ഈക്വൽ ടു എ സി ഇൻറ്റു ഡി എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അതിനെ തന്നെ നമുക്ക് സി ഇൻറ്റു എ ഡി എന്ന് എഴുതാം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ഇപ്പം എ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ഡി ആണ്. സോ എ ഡി ഡിവൈഡ്സ് എ എൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 4 പ്രോപ്പർട്ടി പറഞ്ഞു. ഏതൊക്കെയാണ്? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. ബാക്കി പ്രോപ്പർട്ടീസ് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പം പറയുന്നത്. ഓക്കെ, താങ്ക് യു.